ഇന്ത്യയുടെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിക്ക് 15 വയസ്സ് തികയാൻ ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ദേശീയ സീനിയർ ടീമിൽ കളിക്കാൻ ICC നിഷ്കർഷിച്ചിട്ടുള്ള പ്രായം 15 വയസ്സാണ്. 3 മാസം കഴിഞ്ഞാൽ സീനിയർ ടീമിലും വൈഭവിന്റെ വെടിക്കെട്ട് കാണാമെന്നർത്ഥം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പോസിറ്റീവ് ആകുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ബോളർമാരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. IPL മുതൽ ഇങ്ങോട്ട് യൂത്ത് പരമ്പരകളിലും മറ്റു ടൂർണമെന്റുകളിലും കണ്ടത് വെച്ച് നോക്കിയാൽ സീനിയർ ബോളർമാരോടും വൈഭവ് ഒരു മയവും കാണിക്കാൻ സാധ്യതയില്ല. ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട്. ഇന്ന് നടന്ന ദക്ഷിണാഫ്രിക്കക്കെതിരായ 3ാം യൂത്ത് ഏകദിനത്തിലും താരം തകർപ്പൻ ഇടിവെട്ട് സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 63 പന്തിൽ 3 അക്കം തൊട്ട് ഈ കലണ്ടർ വർഷത്തിലെ തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ച താരം മത്സരത്തിലാകെ 74 പന്തിൽ 127 റൺസ് നേടിയാണ് പുറത്തായത്. 10 സിക്സറുകളും 9 ഫോറുകളും അടക്കമായിരുന്നു ഇന്നിംഗ്സ്. ദക്ഷിണാഫ്രിക്കക്കെതിരായ 2ാം യൂത്ത് ഏകദിനത്തിൽ നിർത്തിയിടത്തു നിന്നാണ് വൈഭവ് തുടങ്ങിയത്. അന്ന് 24 പന്തിൽ 68 റൺസാണ് താരം നേടിയത്. 10 സിക്സറും 1 ഫോറും അടക്കമായിരുന്നു ഇന്നിംഗ്സ്. അഥവാ നേരിട്ട പന്തുകളിൽ പകുതിയോളം പന്തുകൾ അതിർത്തിയിൽ എത്തിച്ചു എന്ന് പറയാം. 15 പന്തിലാണ് അന്ന് താരം അർദ്ധ സെഞ്ചുറി നേടിയത്. ഏറ്റവും വേഗതയേറിയ യൂത്ത് ഏകദിന അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് നേട്ടവും ഇതോടെ 14കാരൻ കൈവരിച്ചു. ഇന്ത്യയുടെ ഋഷഭ് പന്ത് 18 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി സ്ഥാപിച്ച റെക്കോർഡാണ് വൈഭവ് തിരുത്തിയത്. 2016 അണ്ടർ-19 ലോകകപ്പിൽ നേപ്പാളിനെതിരെയായിരുന്നു പന്തിന്റെ റെക്കോർഡ് പ്രകടനം. ഈ 2 മത്സരങ്ങൾക്ക് പുറമെ ആദ്യ മത്സരത്തിലും ഇന്ത്യയെ നയിച്ച് വിജയത്തിലെത്തിക്കാൻ വൈഭവിനായി. ടീമിന്റെ ക്യാപ്റ്റനാകുമ്പോൾ പ്രഷർ മൂലം 14കാരന്റെ പ്രകടനം കുറയും എന്ന വാദവും അതോടെ അസ്ഥാനത്തായി. കഴിഞ്ഞ കലണ്ടർ വർഷം മാത്രം 6 വെടിക്കെട്ട് സെഞ്ചുറികളാണ് വൈഭവ് നേടിയിട്ടുള്ളത്. ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറിയാണ് അതിൽ ആദ്യത്തേത്. 35 പന്തിലായിരുന്നു അന്ന് സെഞ്ചുറി തികച്ചത്. 11 സിക്സറും 7 ഫോറുകളും അടങ്ങുന്ന ആ ഇന്നിംഗ്സിൽ വൈഭവിന്റെ പ്രായത്തേക്കാൾ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഇഷാന്ത് ശർമ്മ അടക്കമുള്ളവർ നന്നായി തല്ലുകൊണ്ടു. ഇംഗ്ലണ്ടിനെതിരെ യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കുറിച്ചായിരുന്നു രണ്ടാമത്തേത്. 52 പന്തിലായിരുന്നു അന്ന് താരം 3 അക്കം തൊട്ടത്. ആ പരമ്പരയിൽ ഉടനീളം വെടിക്കെട്ട് പ്രകടനവുമായി വൈഭവ് കളം നിറഞ്ഞു. യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമെന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി. ഓസീസിനെതിരെ അവരുടെ മണ്ണിൽ നേടിയ യൂത്ത് ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു 3ാമത്തേത്. 78 പന്തിൽ സെഞ്ചുറി തൊട്ട താരം അന്ന് ആകെ 86 പന്തിൽ 113 റൺസ് നേടി ഒരു പിടി റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി. ഓസീസ് മണ്ണിലെ വേഗതയേറിയ യൂത്ത് ടെസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം യൂത്ത് ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന നേട്ടത്തിലും വൈഭവെത്തി. ഇന്ത്യ A ടീമിനൊപ്പം നേടിയ സെഞ്ചുറി ആയിരുന്നു അടുത്തത്. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ UAEക്കെതിരെ 32 പന്തിൽ 3 അക്കം തൊട്ട താരം ആകെ മൊത്തം 42 പന്തിൽ 144 റൺസ് നേടി. ഇന്ത്യ Aക്ക് വേണ്ടിയുള്ള ഒരു ഇന്ത്യക്കാരന്റെ ആദ്യത്തെ സെഞ്ചുറി എന്നതിനൊപ്പം T20 ക്രിക്കറ്റിലെ തന്നെ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന 2ാമത്തെ വേഗതയേറിയ സെഞ്ചുറി കൂടിയായിരുന്നു. ശേഷം സയ്യിദ് മുഷ്താഖ് അലി ആഭ്യന്തര T20യിൽ ബീഹാറിനായി ഇറങ്ങിയ താരം മഹാരാഷ്ട്രക്കെതിരെ 68 പന്തിൽ 108 റൺസ് നേടിയും റെക്കോർഡിട്ടു. ഈ ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ സെഞ്ചുറി ആയിരുന്നു ഇത്. ശേഷം അണ്ടർ-19 ഏഷ്യ കപ്പിലും വെടിക്കെട്ട് സെഞ്ചുറി. UAEക്കെതിരെ അണ്ടർ-19 ഏഷ്യ കപ്പിൽ 95 പന്തിൽ 171 റൺസാണ് താരം നേടിയത്. അർഹിച്ച ഇരട്ട സെഞ്ചുറിക്ക് 29 റൺസ് അകലെ വൈഭവ് മടങ്ങുമ്പോൾ 14 കൂറ്റൻ സിക്സറുകളും 9 ഫോറുകളും ആ ബാലന്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു. ക്രിക്കറ്റിന്റെ മുഴുവൻ ഫോർമാറ്റിലും കൺസിസ്റ്റന്റ് ആയുള്ള ഈ പടയോട്ടങ്ങൾ ഓരോ മത്സരത്തിലും ഓരോ പന്തിലും കുറിക്കുന്ന റെക്കോർഡ് നേട്ടങ്ങൾ. അങ്ങനെ വൈഭവ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സേഫ് ആണെന്ന് വിളിച്ചു പറയുകയാണ്. അതേസമയം ഇന്ന് വൈഭവിനൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ ഇന്നിംഗ്സ് കൂടി ഉണ്ടായി. മലയാളി താരം ആരോൺ ജോർജിന്റേതായിരുന്നു അത്. 106 പന്തിൽ 16 ഫോറുകളടക്കം 118 റൺസാണ് താരം നേടിയത്. അതേസമയം സെഞ്ചുറി പ്രകടനത്തോടെ ഈ മലയാളി താരം ആരാണെന്ന ചർച്ച ക്രിക്കറ്റ് സർക്കിളുകളിൽ സജീവമായി. അണ്ടർ-19 ഏഷ്യ കപ്പിലും ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയ താരമായിരുന്നു ആരോൺ. ആ ടൂർണമെന്റിൽ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ അത്ഭുത ബാലൻ 14കാരനായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്.
ടീമിന്റെ ക്യാപ്റ്റനും IPL-ൽ ചെന്നൈയുടെ യുവ ഓപ്പണറുമായുള്ള ആയുഷ് മാത്രയുടെ പ്രകടനവും ഉറ്റുനോക്കപ്പെട്ടിരുന്നു. എന്നാൽ UAE-യിലെ അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്കായി തേര് തെളിച്ചത് ഒരു മലയാളിയായിരുന്നു, 19-കാരനായ ആരോൺ ജോർജ്. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ പാക് പേസർമാരുടെ കിടിലൻ ബൗളിംഗ് കൂടി ആയതോടെ ഇന്ത്യൻ യുവനിരയുടെ തുടക്കം പാളി. വൈഭവും മാത്രയുമെല്ലാം നിരാശപ്പെടുത്തിയ അന്ന് 88 പന്തിൽ 12 ഫോറുകളും ഒരു സിക്സറും അടക്കം 85 റൺസാണ് ആരോൺ നേടിയത്. അർഹിച്ച സെഞ്ചുറിക്ക് തൊട്ടകലെ വീണെങ്കിലും പാക് പേസർമാരുടെ ഉഗ്രൻ ബൗളിംഗിന് മുന്നിൽ നടത്തിയ ഇന്നിംഗ്സ് വലിയ പ്രശംസയുണ്ടാക്കി. ഇതുകൂടാതെ ആ പരമ്പരയിൽ വേറെയും 2 കിടിലൻ അർദ്ധ സെഞ്ചുറികൾ നേടി. ആ നേട്ടത്തിനുള്ള അംഗീകാരം എന്നോളമാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിലേക്കും ആരോണിന് വിളിയെത്തുന്നത്. അണ്ടർ-19 ഏഷ്യ കപ്പിലെ പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടീമിലേക്കും എത്തിച്ചു. ഇപ്പോൾ അവിടെയും ആരോൺ തകർത്താടുകയാണ്.